ഈ നടൻ വിജയ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് സഖ്യത്തിൽ വരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അതിനോട് ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ഒരു നേതാവ് എന്ന നിലയിൽ എന്താണ് അഭിപ്രായം? എനിക്കത് ഇഷ്ടമാണ്, വിജയ് എനിക്ക് ഇഷ്ടമാണ്. അത് കേരളത്തിലും ചെറിയൊരു ഇമ്പാക്ട് UDF അനുകൂലമായി ഉണ്ടാകും. ഒട്ടേറെ യുവാക്കൾ സാധ്യത. അല്ല, ഇതുപോലെ തന്നെയാണ് ഈ വർഗീയ സാമുദായിക ശക്തികൾ, അവരുടെ സമ്മർദ്ദം, ഈ ടോക്ക് എല്ലാം വരുന്നത് ഈ ഇലക്ഷൻ എടുക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധപ്പെട്ട്, സമസ്തയെ ബന്ധപ്പെട്ടും എല്ലാം പ്രതിപക്ഷ നേതാവിന്റെ കോട്ടിങ് വലിയ ചർച്ചയാവുകയും സമസ്ത അതിനെ തള്ളി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം ഈ കാര്യത്തിലൊക്കെ ഈ ഇലക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ ഈ വർഗീയ പരാമർശങ്ങൾ ഉയർത്തിക്കൊണ്ടുന്നതിന് പിന്നിലുള്ള അജണ്ട എന്താണ്? നമ്മളൊരു മതേതര രാഷ്ട്രമാണ്. അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനൊരു മതേതരവാദിയാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും ആ നിലപാട് ഞാൻ എടുക്കാറ്. ഇവിടെ വേണ്ടത് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയോ മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമല്ല. അവരെല്ലാവരും ഈ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. അവരെല്ലാവരെയും ഉൾക്കൊണ്ടുപോകണം. ഇതര മതങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകണം. അല്ലാണ്ട് വെറുതെ അവരുടെ താല്പര്യം സംരക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ താല്പര്യം കൂടി ഹനിക്കാത്ത നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് മതേതരത്വം യാഥാർത്ഥ്യമാകുന്നത്.